പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. അരൂർ ദേശാഭിമാനി നാടകവേദിയുടെ നേതൃത്വത്തിൽ കെ സിദ്ധാർത്ഥൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ദേശാഭിമാനി നാടകവേദി അരൂരിന്റെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ പൊലിഞ്ഞ പ്രമുഖ നാടക നടൻ കെ സിദ്ധാർത്ഥൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടനും നാടക പ്രവർത്തകനുമായ മീനാരാജ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വളർന്നു വരാതിരുന്നത് എന്നാണ് എൻ്റെ വിശകലനം. ഇതിൻ്റെ നാടകത്തെക്കുറിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ പഠിപ്പിച്ച നാടകമല്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിക്കൽ സ്ഥലത്താണ് വേറെ അഭിനയമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് അറിയാം. നാടകം നന്മയുടെ കലയാണെന്നും കേരളത്തിലെ ഒരു ജയിലുകളിലും നാടകരചയിതാക്കൾ കുറ്റവാളികളായി ഉണ്ടാകില്ലെന്ന് മീനാരാജ് പറഞ്ഞു. അരനൂറ്റാണ്ടിലേറെയായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന തന്റെ ഉറച്ച ബോധ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിഭയേറെ ഉണ്ടായിരുന്ന സിദ്ധാർത്ഥൻ നാടകരംഗത്ത് അധികാലം നിൽക്കാത്തത് നാടകവേദിക്ക് നഷ്ടമായെന്നും മീനാരാജ് പറഞ്ഞു. ദേശാഭിമാനി നാടകവേദിക്ക് പറയാൻ ബാക്കിവെച്ചത് എന്ന MP സുധീർ രചിച്ച സാമൂഹ്യ നാടക സംവിധാനം ചെയ്യുന്നതിനിടയിലാണ് കെ സിദ്ധാർത്ഥൻ മരണമടഞ്ഞത്. PM ആന്റണിയുടെ സ്പാർട്ടിക്കാസ്, ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് തുടങ്ങിയ നാടകങ്ങളിലും സിദ്ധാർത്ഥൻ അഭിനയിച്ചിരുന്നു. അനുസ്മരണ ചടങ്ങിൽ ദേശാഭിമാനി ലൈബ്രറി പ്രസിഡന്റ് പീതാംബരൻ മാഷ് അധ്യക്ഷത വഹിച്ചു. ഇങ്ങനെ ഇവിടെ മാത്രമല്ല, ഇങ്ങനെ നാടകക്കാരെ എവിടെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ തന്നെയുണ്ട്. ഒരിക്കലേ ഞാനിവിടെ സ്ഥലത്തോട് ജോലി ചെയ്തിരിക്കുന്നു. വാച്ചമെന്ന് പറഞ്ഞ് രണ്ടുപേര് കാണാൻ വേണ്ടി ഞാനിങ്ങനെ പുറത്തു വന്നപ്പോൾ ഒന്ന് സിദ്ധനും ഒന്ന് തടിച്ച് പൊക്കം പറഞ്ഞ് താടിക്കാരനായ എന്തിനാണ് അത് നിന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ നേരത്തെ പറഞ്ഞ PM ആന്റണിയാണ്. ഇത് എൻ്റെ നാടക പ്രവർത്തകനായ TP പ്രസാദ്, PS വിനായകൻ, കുഞ്ഞുമോൻ അരൂർ, PT രമേശൻ, ജനാർദ്ദനൻ, സോജി അഗസ്റ്റിൻ, സോണി തുടങ്ങിയവർ പ്രസംഗിച്ചു. നാടക പ്രവർത്തകരും കുടുംബാംഗങ്ങളുമടക്കം വലിയൊരു സദസ്സ് സമ്മേളനത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, അരൂർ.